സീന 3 പേര് പറയോ? മിസ്സേ ഞാൻ പാടാം. ഓക്കെ ഏട്ടാ പറഞ്ഞോ. എന്നുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല വാണിയായ നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിടുവാൻ എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ വിളങ്ങിടണം. എന്നുമെന്നും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു അജിത. താങ്ക് യു മിസ്. സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദി ഡേ അതിന് പ്രിപ്പയർഡ് ആണോ? എന്ത് മിസ്സായിരുന്നു? സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദി ഡേ. ക്ലാസ്സിലേക്ക് വരാം. മാം സൈനിങ് ആരില്ലെങ്കിൽ ഞാൻ Good afternoon, ma'am and friends. I am Adira Kiran, happy to be here today and excited to learn and grow together. I am looking forward to a engaging section and I appreciate your guidance and support, teacher. Let's make the most of our time together and have a great class. Let's begin our class with a thought. Thank you, ma'am and friends. മാം എൻ്റെ മോളൊരു ആക്ഷൻ സോങ് പാടിക്കോട്ടെ? ഓഫ് കോഴ്സ്. പഞ്ചമം പാടുന്ന കൊച്ചു തത്തേ, പഞ്ചാരയും തരാം വാ വാ വാ, മച്ചിന്റെ മുകളിലൊരു കൂട് കൂട്ടാം, പച്ചക്കറി കുട കൊണ്ടു തരാം, തത്തമ്മ പൂച്ചമ്മ പാട്ടുപാടാം, ഇത്തൈനം ചെയ്യണം താണലിടാം, അത്തപ്പൂക്കളമിട്ട് നമുക്കിരിക്കാം, അത്തപ്പൂ കൊണ്ടൊരു മാല ചാത്താ, പാവാട തുന്നി ഞാൻ നിനക്കു തരാം, പാലും പഴവും തരാം, ഓണപ്പൂ നിലാവത്ത് ഊഞ്ഞാലാടാൻ, ഓണപ്പൂടവഞ്ഞൊറിഞ്ഞു തരാം, പഞ്ചമം പാടുന്ന കൊച്ചു തത്തേ, പഞ്ചാരയുമ്മ തരാം വാ വാ വാ. ഓക്കെ മാം, കഴിഞ്ഞു. തോട്ട് ഓഫ് ദ ഡേ ആരും ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ മിസ്? ഓക്കെ പറഞ്ഞോ. Believe in yourself and you will achieve great things. A smile is the best gift you can give to others. Every day is a new chances to be kind and helpful. Small actions can make a big difference. അതിന്റെ മീനിങ് വന്നിട്ട് സ്വയം വിശ്വസിക്കുക, നിങ്ങൾ വലിയ കാര്യങ്ങൾ നേടും. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് പുഞ്ചിരി. ദയയും സഹായകരവുമാകാനുള്ള പുതിയ അവസരമാണ് എല്ലാ ദിവസവും. ചെറിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റമുണ്ടാകും. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ? ABCD ലെറ്റേഴ്സ് എഴുതിക്കൊണ്ട് വരണമെന്ന്. എന്താണ്? ലെറ്റേഴ്സ് ആൽഫബറ്റ് എഴുതണം, ഇതാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ. ആൽഫബറ്റ്സ് കാണിക്കാം മിസ്സേ. ഓക്കെ കാണാം മിസ്സേ. ഓക്കെ നന്നായി.
മാം അത് പിക്ചർ പേപ്പറിലാണ് ചെയ്തത് മിസ്സേ. ഓക്കേടാ, മനസ്സിലായി. നന്നായിട്ടുണ്ട് കേട്ടോ. ഓഫ് ആക്കിക്കോട്ടെ മിസ്സേ. ആടാ. താങ്ക് യു മിസ്. രശ്മി ഓക്കെ. ഓക്കെ, രശ്മി ശരിക്കും സാൻഡ് പേപ്പറിൽ ആൻസിയോ? ചാർട്ടിലല്ല ഞാൻ ചെയ്തത്, സാൻഡ് പേപ്പറിൽ തന്നെ, പക്ഷേ ഡ്രോയിങ് ഷീറ്റിൽ കളർ ചെയ്തിട്ടാ ചെയ്തത്. ഇതെന്റെ ഓക്കെ ഓക്കെ ഇത് കളർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് മോളും കൂടെയാണ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. രശ്മി കാണിച്ചു കേട്ടോ. അതെങ്ങനെയാ, സാൻഡ് പേപ്പർ ആണോ? അതെ അല്ലേ? സാൻഡ് പേപ്പർ ആണ് മിസ്. നന്നായിട്ടുണ്ട് കേട്ടോ. വവൽ സൗണ്ട്സ് ഞാൻ വേറെ കളർ കൊടുത്ത്. വവൽസ് നന്നായി. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കട്ടെ? ഓക്കേടാ. ഇമേജ് ഷെയർ ചെയ്തിരിക്കുന്ന ആരാ? കാണത്തുണ്ടോ? ബോക്സ് ആണ് ചെയ്തിരിക്കുന്നത്, ഒരു ബോക്സിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ബോക്സ് ഓപ്പൺ ചെയ്യണേ ഞാൻ. ഓക്കെ, കാണത്തുണ്ടോ മാം? കാണാം കാണാം. ഇതാണ് ബോക്സ്. സാൻഡ് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. എ എ ഇവൻ തിരിച്ചു മുറിച്ച് വെച്ചു. ബി തിരിച്ചു മുറിച്ച് വെച്ചു. സി ഓക്കേടാ. ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഓക്കേടാ. ജിഷ? ഉണ്ട് മാം, എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. അമൃത കാണിച്ച ഇമേജ് ഞാൻ കണ്ടു കേട്ടോ. അപ്പം ചെയ്തത് ഞാൻ കണ്ടപ്പോ ഇമേജ് പ്രസ് ചെയ്തപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആരാ കാണിക്കുന്നേ? മാം ഞാൻ കാണിക്കാം. അത് എനിക്ക് നേരം കിട്ടിയ ഫീഡായിരിക്കും നിങ്ങള് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു കാണിക്കാനുള്ളവര് ഫീഡ് അവരവര് ഫീഡാക്കിയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. ആരാ? മാം ഇതാ ബോക്സ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മാം ചെയ്ത് ഫുള്ള് കാണിക്കണം മാം? അതോ ഇല്ല, കുഴപ്പമില്ല, കുറച്ച് കാണിച്ചാൽ മതി, സമയമില്ല. എല്ലാം വേറെ വേറെ കളറിലാ ചെയ്ത്? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഇനി ആരാ പ്രശ്നം ചെയ്യുന്നത്? മാം ഞാൻ കാണിക്കട്ടെ?
ആര്യ. ഓക്കേടാ, ആര്യ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. സിയ. ഞാൻ അടുത്ത താഴെ തെർമോയാ ചെയ്തേക്കുന്ന കാർഡായിട്ട്. ഓക്കേടാ. സാൻഡ് പേപ്പറിലാണ് മാം ചെയ്തത്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഞാൻ ചെയ്തിട്ടുണ്ടേ. ഓക്കെ, രേഷ്മ. അൺമ്യൂട്ടഡാടാ. പ്രസന്റ് ചെയ്തോ. ഓക്കെ. കാണിക്കട്ടെ മിസ്. ആടാ കൃഷ്ണ. ബാക്ക് ക്യാം ആണോ? അത് ടോപ്പിലുണ്ടാ ഒരു റൊട്ടേഷൻ പോലൊരു മുകളിലായിട്ട്. ഓക്കെ ഓക്കെ, കാണാട്ടാ. നന്നായിട്ടുണ്ട്. താങ്ക് യു മിസ്. ആരാണ്? ഗൗതമി. കട്ട് ചെയ്തിട്ടില്ല അല്ലെ? കാണാടാ. നന്നായിട്ടുണ്ട്. വേറെ ആരാണ്? ഓക്കെ, മഞ്ചാടി ചെയ്തിട്ടുണ്ട്. മഞ്ചാടിയുടെ മുത്താണോ? ആതിര. മഞ്ചാടി ഉണ്ട് സാറേ. ഒന്നുകൂടി കാണിച്ചു തരാം. നന്നായിട്ടുണ്ട് കേട്ടാ. വേറെ ആരൊക്കെയാ? വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത്? ഓക്കെ, അഞ്ചു. ആടാ, ഈ ചാർട്ടിന്റെ ബാക്കിലെ ചെറിയൊരു കാർഡ്ബോർഡിന്റെ പീസ് കൊണ്ട് ഒട്ടിക്കണമെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്നാ നമുക്ക് കനം കുറവല്ലേ, കാർഡ്ബോർഡിന്റെ പീസ് ഒട്ടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കട്ടി കുറഞ്ഞ തെർമോ, അപ്പൊ കാർഡ് മാതിരി കാർഡ് പോലെ ഇരിക്കും, നല്ല ഭംഗിയായിരിക്കും അപ്പൊ അത് കാണാനായിട്ട്. ഞാൻ അങ്ങനെ ബോക്സ് ആക്കാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല. ഒന്ന് കട്ടി തോന്നണം നമുക്ക് എടുത്ത്, കറക്റ്റ് ഓക്കെ. ശരി മിസ്സേ. വേറെ ആരെങ്കിലും? ആര്യ. ഹലോ, ഞാൻ കാണിച്ചോട്ടെ മാം. പേരെന്താണ്? ഷോണിമ. ഷോണിമ. വെച്ചിട്ടാ. ഓക്കെ, പ്രസ് ചെയ്തോ കേട്ടോ. ഈ ബോക്സിൽ ഇങ്ങനെ ചെയ്തത് കാർഡ്ബോർഡ് വെച്ചിട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. വേറെ? ഓക്കെ, ബാക്കി എല്ലാവരും കാണിച്ചു എന്ന് വിചാരിക്കുന്നു. വേറെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? മതിയായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ പ്രിപ്പയർ ചെയ്തിട്ട്? ഞാൻ കാണിക്കട്ടെ. വിസ്മയ. അമ്മ ഉണ്ട് ഇവിടെ. ബാബു ബാബു. ക്യാമറ എടുക്കാൻ പറ്റില്ല. ഞാനേ കയ്യിലെടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നാ മതിയോ? മതി മതി. കൊണ്ടുപോയി
A, B, C, D, E, F, G, H, I, J, മോഹൻ എന്താ L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. കണ്ടോ ടീച്ചറെ? കാണാൻ കാണാൻ പറ്റുന്നുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ കാർഡ്ബോർഡ് ഒട്ടിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ കത്തിണ്ടാവും. ഓക്കെ, എല്ലാവരും പ്രസന്റ് ചെയ്തു വിചാരിക്കുന്നു അല്ലെ? ഞാൻ ചെയ്തിട്ടുണ്ട്, സൗമ്യ പക്ഷെ ചാറ്റയിൽ ഒട്ടിക്കുവാ ചെയ്തേ. കുഴപ്പമില്ല, നോക്കട്ടെ. ഓക്കെ, കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്തില്ല, ചാറ്റയിൽ ഒട്ടിക്കാനാണ് ഓർത്തെ. കട്ട് ചെയ്യണം കേട്ടോ. രണ്ട് ആക്ടിവിറ്റി ഉണ്ട്. ഒരെണ്ണം ചാർട്ടിൽ നമ്മൾ ആൽഫബറ്റ് എഴുതുന്നതും, പിന്നെ ഒരു ആക്ടിവിറ്റി നമ്മൾ കാർഡ്സ് ക്രിയേറ്റ് ചെയ്യണം. കാർഡ്സിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ആക്ടിവിറ്റി. ഈ കുറച്ച് കഴിയുമ്പോ ആൽഫബറ്റ്സ് ചാർട്ടിൽ എഴുതാനായിട്ട് തരും. അതിന്റെ ഇമേജും കൂടി ഇപ്പൊ എ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും എഴുതണം. ദെൻ എ ഫോർ ആപ്പിൾ. അപ്പൊ അത് ചാർട്ടിൽ ചെയ്യുന്നത് വേറെയാണ്. കാർഡായിട്ട് ചെയ്തോ കേട്ടോ. ആടാം. രണ്ട് ആക്ടിവിറ്റി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ബാക്കി എല്ലാവരും ചെയ്തില്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് നമ്പേഴ്സ് നോക്കിയാലോ? ഓക്കെ മിസ്. ഓക്കെ, 0 to 9 വരെയുള്ള നമ്പേഴ്സ് കേട്ടോ. 0 to 9 വരെ കേട്ടോ. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെയാണ് മിസ് ചെയ്ത പോലെ തന്നെ സാൻഡ് പേപ്പറിലോ അല്ലെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാർഡ് പോലത്തെ അതിലോ എന്ത് ചെയ്യാം, നമ്പേഴ്സ് 1 മുതൽ 9 വരെ. 0 to 9. 0 to 1. ഓക്കെ, അതൊന്ന് പ്രിപ്പയർ ചെയ്ത് നെക്സ്റ്റ് വീക്കിലേക്ക് റെഡി ആക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബ്രേക്ക് ഒക്കെ എടുത്ത് വന്നില്ലേ, അപ്പൊ ഒന്നും കൂടി നമുക്ക് കുറച്ചുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ഗ്രോത്ത് എല്ലാവരും ഡെവലപ്മെന്റും ഗ്രോത്തും കോമൺലി യൂസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഡെവലപ്മെന്റും ഗ്രോത്തും സെയിം ആണെന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷനെയും അതേപോലെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു കുട്ടിയുടെ ബിഹേവിയറൽ ആയിട്ടുള്ള, കോഗ്നിറ്റീവ് ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, അതേപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളുടെ കൂടെ ഉള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ്. പക്ഷെ ഗ്രോത്ത് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ വെച്ചുണ്ടാവും, സ്റ്റോപ്പ് ആകും. അപ്പോൾ ഡെവലപ്മെന്റും ഗ്രോത്തും ആണ് പറഞ്ഞത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെവലപ്മെന്റിന്റെയും ഗ്രോത്തിന്റെയും ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ആക്സെപ്റ്റ് ഓഫ് ബോഡി, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൂടുക, ഹൈറ്റ് കൂടുക, അങ്ങനെ കുറച്ച് അത് മാത്രമാണെങ്കിൽ വരുന്നത് ഗ്രോത്തിൽ വരുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഓവറോൾ ഇംപ്രൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ക്വാണ്ടിറ്റീസിൽ മെഷർ ചെയ്യാൻ പറ്റും. ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ക്വാളിറ്റേറ്റീവ് നേച്ചർ ആണ്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഗ്രോത്ത് എന്ന് പറയുന്നത് നോട്ട് കണ്ടിന്യൂസ് പ്രോസസ് ആണ്.
സോറി നോട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഡെവലപ്മെന്റ് പക്ഷെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകും. ഡെവലപ്മെന്റ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താലും ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്തോളും. ഓക്കെ, ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയ കൺസെപ്റ്റ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണ് ഡെവലപ്മെന്റിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഗ്രോത്ത്. ഫിസിക്കൽ ആയിട്ട് വരുന്ന മാറ്റത്തിന് മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് നമ്മൾ വൈഡർ കൺസെപ്റ്റ് ആണ്. നമ്മളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എല്ലാം കൂടി കൂടിയതാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ചിലപ്പോൾ വളർച്ച ഡെവലപ്മെന്റ് ബ്രിങ് ചെയ്യാം, ചിലപ്പോൾ ചെയ്യാതെയും ഇരിക്കാം. പക്ഷെ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ, സോറി ഗ്രോത്ത് ഇല്ലെങ്കിൽ പോലും ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് പ്രായത്തേക്ക് അവന് മെച്യൂരിറ്റിയാണ് ആ കുട്ടി കാണിക്കുന്നത്, അവൻ മെച്യൂർഡ് ആണ്, അവന്റെ ഏജിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി അവനുണ്ട്. സോ എന്താണ്, ഡെവലപ്മെന്റ് ഗ്രോത്ത് വേണമെന്നില്ല. ഓക്കെ, ദെൻ മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്ത് ഗ്രോത്ത്, ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആണ്. ഇന്ന ഏജിൽ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഘടനാപരമായിട്ട് പറയുന്നതാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ആണ്. ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന് കൈവരിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. കുട്ടികൾക്ക് ഡെവലപ്മെന്റ് എന്തിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കൈവരിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് എന്തിന് കുട്ടികൾക്ക് അവരുടെ ഏജിനനുസരിച്ചുള്ള ടാസ്കുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് വേഗം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റിൽ നമുക്ക് ഡെവലപ്മെന്റ് ഇന്ന ഏജിൽ ഇന്ന കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ചേഞ്ചസിനനുസരിച്ച് അവരുടെ ബോഡിയിൽ വരുന്ന, ഇൻട്രസ്റ്റിൽ വരുന്ന, ബിഹേവിയറിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് മാറാനായിട്ട് പറ്റും. ഇനി ഡെവലപ്മെന്റ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇനി എന്തെങ്കിലും റിസ്ട്രിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മന്ദഗതിയിലുണ്ട്, ഡെവലപ്മെന്റ് എന്തെങ്കിലും മന്ദഗതിയിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, സക്സസീവ് പ്രോസസ് ആണ്. നമുക്കത് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഏർലി ഡെവലപ്മെന്റ് ആണ് കുറച്ചും കൂടി വൈറ്റൽ ആണെന്ന് പറയുന്നത്. പക്ഷെ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏർലി ഡെവലപ്മെന്റ്സിനാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് മെച്യൂരിറ്റൈസേഷൻ ആൻഡ് ലേണിംഗ്. ലേണിംഗിന്റെയും മെച്യൂരിറ്റിയുടെയും ഒരു പ്രൊഡക്റ്റ് ആണ് ഡെവലപ്മെന്റ്. ഓരോ വ്യക്തിക്കും ഡെവലപ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു 30 വയസ്സ് വേണ്ട, ചിലപ്പോൾ ഒരു കുട്ടി 18 വയസ്സുള്ള ഒരു കുട്ടി കാണിക്കുന്ന മെച്യൂരിറ്റി ചിലപ്പോൾ അതേ ഏജിലുള്ള കുട്ടി കാണിക്കണമെന്നില്ല. ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഇൻഡിവിജ്വലി ഡിഫറൻസ് ആയിരിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണിക്കാറുണ്ട്. അപ്പൊ 18 വയസ്സുള്ള ഒരു കുട്ടി കാണിക്കുന്ന അത്ര മെച്യൂരിറ്റി അതേ ഏജിലുള്ള കുട്ടികൾ കാണിക്കണമെന്നില്ല. അപ്പൊ ആ കുട്ടി കാണിക്കാൻ ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും അവർക്ക് മെച്യൂരിറ്റി വേഗം അറ്റൈൻ ചെയ്യുന്നത്. The child develops as unified as whole. നമ്മളുടെ ഡെവലപ്മെന്റ് മൊത്തമായിട്ടാണ്, ചൈൽഡ് ഡെവലപ്മെന്റ്സിന് മൊത്തമായിട്ട് നമ്മൾ പറയുന്നത്, ടോട്ടലി പറയുന്നത്. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. 2 മെയിൻ ഫാക്ടേഴ്സ് ആണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആൻഡ് ജനറ്റിക് ഫാക്ടർ. നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ചുറ്റുപാടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഹെറിഡിറ്ററി ഫാക്ടറിൽ വരുന്നതാണ് കളർ ഓഫ് ദ സ്കിൻ, ഐസ്, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയേഴ്സ്. പിന്നെ ഹെറിഡിറ്ററി ഡിസീസ്, പാരമ്പര്യമായി കൈമാറ്റം കിട്ടുന്ന അസുഖങ്ങൾ, സെക്സ്, ഇതെല്ലാം ഹെറിഡിറ്ററി ഫാക്ടറിൽ വരുന്നു. എൻവയോൺമെന്റൽ ഫാക്ടറിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്രീനെന്റൽ ആൻഡ് പോസ്റ്റ്നെന്റൽ. പ്രീനെന്റൽ എന്ന് പറഞ്ഞാല് ഡെലിവറിക്ക് മുമ്പ് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്ക് എന്താ പറയാ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആ അമ്മേനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയുടെ ചൈൽഡിന്റെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രീനെന്റൽ ഫാക്ടർ. ഡെലിവറിയുടെ സമയത്ത് അമ്മയുടെ ഹെൽത്ത്, അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, ആ കുട്ടീനെ സ്വീകരിക്കാനുള്ള അമ്മയുടെ ഒരു എന്താ പറയാ റെഡിനെസ്, ന്യൂട്രീഷൻ. പിന്നെ ആ സമയത്ത് ഡ്രഗ്സോ ആൽക്കഹോളോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അഫക്ട് ചെയ്യും. ആക്സിഡൻസ്, പ്രഗ്നന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കുട്ടിയുടെ ചൈൽഡിന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും.
ഇനി പറഞ്ഞത് പോസ്റ്റ് നെന്റൽ ഫാക്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ട് 3ആയിട്ടാണ് പോസ്റ്റ് നെന്റൽ ഫാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ലിവിങ് ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഫിസിക്കലി പറഞ്ഞത് നമ്മളെ കുട്ടിയുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, ജനിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം, പ്ലേസ്, സ്പേസ്, എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ആക്സിഡന്റ്, ഇതെല്ലാം ഫിസിക്കൽ എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിലേക്ക് പറയുമ്പോൾ കുട്ടികളോട് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, ഫാമിലി സ്ട്രക്ചർ, ന്യൂക്ലിയർ ആണോ ജോയിന്റ് ആണോ, പിന്നെ കുട്ടിയുടെ കൾച്ചർ, സെക്സ്, ഇതെല്ലാം അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഫാക്ടേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് പറഞ്ഞത് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ആണ്. കുട്ടിക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, വൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. എൻകറേജ്മെന്റ് കിട്ടുന്നുണ്ട് കുട്ടിക്ക്. അവരുടെ കാര്യം വർക്ക് ചെയ്ത് അത് സക്സസ് ആവുമ്പോൾ അവന് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, മ്യൂസിക് പ്ലേയിങ് മ്യൂസിക്, ഡ്രോയിങ്, ഡാൻസിങ്, ഇതൊക്കെ അവന് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് ഇന്റലക്ച്വൽ എൻവയോൺമെന്റും പെർഫെക്റ്റ് ആണ്. ഇതെല്ലാമാണ് ഒരു കുട്ടീനെ അഫക്ട് ചെയ്യുന്ന പോസ്റ്റ് നെന്റൽ ഫാക്ടേഴ്സ്. ദെൻ നമ്മൾ മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞു. ഓരോ പീരീഡ് ഇന്നതാണ്, ഇന്ന പീരീഡിൽ ഇന്ന കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു. ഇത്രയും അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ? അതെ മാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഓർത്തെടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ലൈഫാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ഒരു കാര്യം പ്രസന്റ് ചെയ്യാനില്ല, ഒന്ന് സെർച്ച് ചെയ്ത് കേട്ടോ. ഓക്കെ, ലൈഫ് അല്ലേ, നമ്മൾ ടോപ്പിക്ക് ലൈഫിലേക്കാണ് നമ്മൾ വരുന്നത്. Life is begin at conception when a sperm cell from the father fertilized with an egg from the mother to form a single cell called zygote. അപ്പോ ലൈഫ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജീവൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദറിന്റെ കയ്യിൽ നിന്ന് ഒരു സ്പെയിൻ സെല്ലും മദറിന്റെ എഗ്ഗും തമ്മിൽ എന്ത് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുമ്പോഴാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതൊരു സിംഗിൾ സെല്ലായിട്ട് സൈഗോട്ട് ആയിട്ട് മാറും. The zygote, which is fertilized cell, contain 46 chromosomes. അപ്പോൾ സൈഗോട്ടിൽ 46 chromosomes ഉണ്ട്. അതില് the mother and the father contribute 23 each. അവിടെ ഈച്ച് എന്നാക്കണോട്ട്, ഇവിടെ EAC എന്നുള്ള ഈച്ചാണ്. അച്ഛനും അമ്മയും 23 പെയർ ക്രോമസോംസ് ആണ് കൊടുക്കുന്നത്.
100 of invisible particles called gene. നമ്മൾ DNA gene എന്ന് പറയില്ലേ, അതേപോലെ hundreds of invisible particles ഇതിലുണ്ട്. Are found within each of these thread-like bodies. ക്രോമസോംസിന്റെ ഇമേജസ് കാണിച്ചു തരാം. അപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, നമ്മൾ പറയില്ലേ അച്ഛനെ പോലെ മൂക്കാണ്, അമ്മനെ പോലെയാണ് നിന്നെ കാണാൻ, കളർ അതേപോലെ ഉണ്ട്. ഈ ജീനുകളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഫീച്ചർ, ഹെറിഡിറ്ററി ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഈ ജീനുകള് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ബോഡീസ് ആണ്. ദീസ് ജീൻസ് കൺട്രോൾ ഹെറിഡിറ്ററി ത്രെഡ്സ്. ഇതാണ് നമ്മുടെ പാരമ്പര്യ ഗുണങ്ങള് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. The mother contribute 23 X chromosomes. അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 23 X chromosomes ആണ്. Father contribute neither 23 X chromosomes or 22 X chromosomes and 1 Y chromosome. അപ്പൊ അമ്മ X chromosomes മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അച്ഛൻ ഒന്നല്ലെങ്കിൽ X chromosomes മാത്രം, അല്ലെങ്കിൽ 22 Xും ഒരു Y chromosomes കൂടി അച്ഛൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ Y chromosome അച്ഛന്റെ ഭാഗത്തുള്ള X and Y chromosomes ആണ്. ശരിക്കും പറഞ്ഞാൽ X and Y chromosomes ആണ് ഒരു കുട്ടിയുടെ സെക്സ്, അവൻ ഫീമെയിൽ ആവണോ മെയിൽ ആവണോ തീരുമാനിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അച്ഛനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നോക്കാം. The X and Y chromosomes determine the sex of the child. കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. If the father contribute 23 X chromosome, അച്ഛനും X chromosome 23 X chromosomes ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കുട്ടി ഫീമെയിൽ ആയിരിക്കും. If it is 22 X and 1 Y chromosomes, അതിൽ 23 Xും ഒരു Y chromosome ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും, മെയിൽ ആയിരിക്കും. കുട്ടി മെയിൽ ആയിരിക്കും. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും ആൺകുട്ടികളില്ലാത്തത് എന്താണ് സ്ത്രീകളുടെ കുറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാല് കുട്ടി ആണാവണോ പെണ്ണാവണോ എന്ന് തീരുമാനിക്കുന്നത് ഫാദറിന്റെ ഭാഗത്തു നിന്നുള്ള, അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഈ X and Y ക്രോമസോംസിന്റെ നമ്പേഴ്സ് നോക്കിയിട്ടാണ്. ഓക്കെ, ഞാൻ ഫെർട്ടിലൈസേഷൻ ഒരു വീഡിയോ ആണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. കാണുന്നത് ഓക്കെ. അപ്പൊ ആദ്യം ഫോം ചെയ്യുന്നത് സൈഗോട്ടാണ്. നമ്മൾ ആദ്യം കണ്ടത് സൈഗോട്ടാണ്. അപ്പൊ ഇതിന് 3 പീരീഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പീരീഡ് ഓഫ് ഓവം ആണ് പറയുന്നത്. കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് ആണ് നമ്മുടെ പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം. ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദ ഓവറി. നമുക്കറിയാം എല്ലാ മാസവും സ്ത്രീകൾക്ക് 2 ഓവറി ഉണ്ട്. ഒരു ഓവറിൽ നിന്ന് ഒരു എഗ് ഡെലിബറേറ്റ് ചെയ്യാറുണ്ട്. ഇത് മൂവ്സ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. ഇത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യും. ഇത് സ്റ്റേ ദെയർ ഫോർ അബൌട്ട് 24 hours. ഈ ഫെലോപ്പിയൻ ട്യൂബിൽ വന്നിട്ട് 24 മണിക്കൂർ ഈ ഓവം വെയിറ്റ് ചെയ്യും ഒരു സിംഗിൾ സ്പേം ആയിട്ട് ഫെർട്ടിലൈസ് ആവാൻ വേണ്ടിയിട്ട്. വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പേംസ് ടു ഫെർട്ടിലൈസ് ഇറ്റ്.
ഫെർട്ടിലൈസ് ആവാൻ വേണ്ടിയിട്ട്. വിത്തിൻ 24 hours ഓഫ് ബീങ് ഫെർട്ടിലൈസ്ഡ് ആണ് 24 മണിക്കൂറിനുള്ളിൽ ഇത് ബിഗെയിൻസ് ഡിവൈഡിങ് ഇൻ വെരി ഫാസ്റ്റ് ഇൻ ടു മെനി സെൽസ്. നമ്മൾ ആ ഇമേജിൽ അതിൽ കണ്ടതുപോലെ ഒരുപാട് സെൽസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യും. ഒത്തിരി മെനി സെൽസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. It keeps dividing and it moves slowly from the fallopian tube to the uterus. എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ സ്ലോ ആയിട്ട് മൂവ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബ് വഴി, നമ്മളെ ട്യൂബ് വഴി കണ്ടില്ലേ, ട്യൂബ് വഴി അത് യൂട്രസിലേക്ക് എത്തും. ആൻഡ് അറ്റാച്ച് ടു ദ ലൈനിങ് ഓഫ് ദ യൂട്രസ്. എന്നിട്ട് യൂട്രസിന്റെ ലൈനിങ്ങിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. എന്താണ് പറയുന്നത്? ഇംപ്ലാന്റേഷൻ. Here it is continue to grow. എന്നിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Continues to grow. At the point of implantation, the placenta, നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മളുടെ ആ ഒരു എന്താ പറയാ ഇന്നർ ലൈനിങ്ങിലേക്ക് തന്നെ ഒരു പ്ലാസന്റ പോലത്തെ ഒരു സംഭവം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വരുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ഇമേജും കൂടി എടുത്ത് കാണിച്ചു തരാം. പ്ലാസന്റ from which the umbilical cord extends to fertilized ovum. അതിൽ നിന്നാണ് umbilical cord fertilized ovumത്തിലേക്ക് കണക്ട് ആവുന്നത്. ഈ പ്ലാസന്റ വഴിയാണ് കുട്ടികൾക്ക് വേണ്ട പോഷകങ്ങൾ, ന്യൂട്രീഷൻസ് ഒക്കെ നമുക്ക് അമ്മയുടെ ശരീരത്തിൽ നിന്ന്, അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നത്. At the point of implantation, the placenta from which the umbilical cord extended to fertilized ovum develops, in which by the fertilized ovum zygote receive nutrition from the blood stream of the mother. അതുകൊണ്ടാണ് അതിൽ നിന്നാണ് പ്ലാസന്റ വഴിയാണ് കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ അമ്മയുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്നത്. One minute കേട്ടോ, നോക്കട്ടെ. നോക്കട്ടോ, ഈ ഇമേജിൽ കാണുന്നില്ലേ, ഈ അംബിക്കൽ കോഡ് കണക്ട് ആയിട്ടുള്ള ഒരു ഈ പ്ലേസ് നമ്മള് യൂട്രസിന്റെ അകത്താണ്. അപ്പൊ ഈ ഒരു ഭാഗമാണ് ഫുൾ ബ്ലഡ് സ്ട്രീം ആണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസന്റ എന്ന് പറയുന്നത്. പ്ലാസന്റ ആണത്, അംബിക്കൽ കോഡാണ്, ചുറ്റും യൂട്രസ് ആണ്. പ്ലാസന്റയിൽ നിന്നാണ് കുട്ടിക്ക് വേണ്ട പോഷകങ്ങളും ന്യൂട്രീഷൻസും എല്ലാത്തിന്റെയും സപ്ലൈ. ഓക്കെ, ഈ കാണുന്ന ഇമേജ് ആണ് പ്ലാസന്റ.
ഇനി ഫെർട്ടിലൈസേഷന്റെ ഒരു സ്റ്റേജസ് എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ഇമേജിൽ കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും, സെക്കൻഡ് മന്ത്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ദെൻ 6th, 7, 8, 9 ആവുമ്പോഴേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇത് വരും. ഓക്കെ, ഇനി നമ്മൾ പീരീഡ് ഓഫ് ഓവം പറഞ്ഞു. ഓവം ഒന്നുകൂടി പറയാം. നമ്മൾ കൺസെപ്ഷൻ കഴിഞ്ഞ് കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദി സെക്കൻഡ് വീക്കിനെയാണ് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. നമ്മൾ ഓവറിൽ നിന്ന് ഓവം ഡെലിബറേറ്റ് ചെയ്ത് എഗ് ഡെലിബറേറ്റ് ചെയ്ത് അത് ഫെലോപ്പിയൻ ട്യൂബിൽ 24 മണിക്കൂർ വരെയും എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ഫെർട്ടിലൈസ് ആവാനുള്ളത് അവിടെ വെച്ച് തന്നെ ഫാസ്റ്റ് ആയിട്ട് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഫെലോപ്പിയൻ ട്യൂബ് വഴി യൂട്രസിലേക്ക് ഈ പറഞ്ഞ സൈഗോട്ട് ഫോം ചെയ്യുന്ന സെല്ലിന് നമ്മൾ പറയുന്ന സൈഗോട്ട് അതിങ്ങനെ യൂട്രസിലേക്ക് എത്തി അവിടെ വെച്ച് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആക്കി ഇംപ്ലാന്റേഷൻ നടക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. ഇംപ്ലാന്റേഷന്റെ സമയത്ത് തന്നെ പ്ലാസന്റ ഫോം ചെയ്യുന്നുണ്ട്. പ്ലാസന്റ വഴിയാണ് കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കിട്ടുന്നത്. നമുക്കറിയാം, ആഫ്റ്റർ ഡെലിബറേറ്റഡ് ഫ്രം ദ ഓവറി ഫെലോപ്പിയൻ ട്യൂബിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിംഗിൾ സ്പേം ആയിട്ട് എന്തായില്ല, ഫെർട്ടിലൈസ് ആയില്ല എങ്കിൽ അത് എന്താവും, 24 മണിക്കൂർ കഴിയുമ്പോൾ അത് പിന്നെ ഫെർട്ടിലൈസ്ഡ് ആയില്ല. ഫെർട്ടിലൈസേഷൻ ഈ മാസം ഒരു സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് നോർമലി സംഭവിക്കുന്ന പോലെ മെൻസ്ട്രേഷൻ ആയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ പുറത്തേക്ക് പോവാണ് ചെയ്യാറ്. ഓക്കെ, പീരിയഡ് ഓഫ് ഓവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പീരിയഡ് ഓഫ് എംബ്രിയോ ആണ്. ദ പീരിയഡ് ഫ്രം 2nd to 8th week ആഫ്റ്റർ കൺസെപ്ഷൻ. നമ്മള് 2nd വീക്ക് കഴിഞ്ഞു 8th വീക്ക് ആ കൺസ്യൂം ചെയ്ത ആ ഒരു ടൈമിനെയാണ് നമ്മൾ പീരിയഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. For the first 2 months, the new life is called embryo. ആ ഫസ്റ്റ് 2 monthsനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംബ്രിയോ എന്ന് പറയുന്നത്. During the period, all important external and internal resource start to develop and function. അപ്പോ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ റിസോഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസുകൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് such as blood cells, bones, muscles. Okay, ഇതെല്ലാമാണ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. By 8th week, the tiny heart has been beating for almost a month. അപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? അറിയോ? ഹ്യൂമൻ ബോഡി അല്ലടാ. നമ്മള് കുട്ടികളെ സ്കാൻ ഒക്കെ ചെയ്യാൻ സമയത്ത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്യും. അതെ, ഹാർട്ടാണ്. ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ട് എന്ന് അവര് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, ഏറ്റവും അവസാനം ഡെവലപ്പ് ആകുന്നത് കുട്ടി ജനിച്ചതിന് ശേഷം ഡെവലപ്പ് ആകുന്ന ഓർഗനാണ് ബ്രെയിൻ. നമ്മൾ പറയാറില്ലേ, കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടിനെ തല ഉറച്ചിട്ടില്ല എന്ന് പറയണില്ലേ? ബ്രെയിന്റെ പ്രോപ്പർ ഡെവലപ്മെന്റ് കുട്ടി ജനിച്ചതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോ ഒരു ജീവനിലേക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു കുട്ടിയില് ഒരു ചൈൽഡിലേക്ക് ഫസ്റ്റ് ഡെവലപ്പ് ആകുന്ന ഓർഗന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ഹാർട്ടാണ്. ഓക്കെ, ഹാർട്ട് ബീറ്റ് ആണ് ആദ്യം വന്നോന്ന് ചോദിക്കുക. നമ്മള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു, 1.5 മാസം അല്ലെ, 1.5 മാസം 2 മാസത്തിനുള്ളിൽ ഹാർട്ട് ബീറ്റ് വന്നോ എന്നാണ് ഡോക്ടേഴ്സ് ഫസ്റ്റ് സ്കാനിൽ നോക്കുക. Had been beating for almost a month. Then the lungs, liver, stomach and the brain start to form. ഇതെല്ലാം ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. And the sex organs are developed enough to determine the sex of the embryo. അത് കഴിഞ്ഞിട്ടാണ് കുട്ടിയുടെ സെക്സ് ഓർഗൻസ് കുട്ടി എന്താണ് പെൺകുട്ടി ആവണോ ആൺകുട്ടി ആവണോ എന്ന് അറിയുന്ന ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്സ് ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് 2 monthsനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഈ സമയത്താണ് കുട്ടിയുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത്. ഒരുപാട് ബോഡി ബ്ലഡ് സെൽസും ബോൺസും മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും.
ആഴ്ച ആകുമ്പോഴേക്കും നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ, ഫസ്റ്റ് ഓർഗൻ ഡെവലപ്പ് ചെയ്യും. അതാണ് ഹാർട്ട്. അത് കഴിഞ്ഞ് ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടൈം ആണ് പീരീഡ് ഓഫ് ഫിറ്റസ്. ദ പീരീഡ് ഫ്രം 8 weeks till birth. 8 ആഴ്ച കഴിഞ്ഞ് ബർത്ത് വരെയുള്ള ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് ഓഫ് ഫിറ്റസ് എന്ന് പറയുന്നത്. ഓൾ ദ ഓർഗൻസ് ഗ്രോ ബിഗർ. ദെൻ നമ്മൾ ആ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എല്ലാ ഓർഗൻസും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? ബിഗ് ആവാനായിട്ട്, വലുതാവാനായിട്ട് തുടങ്ങുന്നു. ഫ്രം ദ 5 months onward can hear through stethoscope. നമുക്കില്ലേ കുട്ടികളുടെ ഹാർട്ട് ബീറ്റ്, ആദ്യം നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്നും കേൾക്കാനായിട്ട് പറ്റില്ല. നമ്മള് എത്ര മാസം, 2 മാസമുള്ളപ്പോ ഒന്നും നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ടച്ച് ഫീൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ 5 മാസമുള്ളപ്പോ മുതൽ നമുക്ക് കുട്ടീനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ ചവിട്ടുന്നതും അതേപോലെ ഹാർട്ട് ബീറ്റ് ഒക്കെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മമാരായവർക്ക് അറിയാൻ പറ്റും. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആ സമയത്ത് നമ്മൾ കൊടുക്കുമായിരുന്നു. എന്നെ ചവിട്ടിയതേ അനങ്ങുന്നുണ്ട്, അനക്കം കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് ആ ഒരു ടൈമിലാണ്, ഒരു 5th month ആവുമ്പോൾ മുതലാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. The body moves freely. One can feel the mother's skin bulb, the arms or legs in kicking out. ചിലപ്പോ ചില ഇമേജസിലൊക്കെ നമ്മൾ കാണും. എന്തെങ്കിലും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ പ്രഗ്നൻസി സമയത്ത് കണ്ടില്ല. പക്ഷെ അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ ആ ഒരു ഇതിൽ വന്ന് കൈയിന്റെ കുഞ്ഞു കൈ കാണാൻ പറ്റും, കാലിന്റെ പാട് കാണാൻ പറ്റും. പിന്നെ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഓക്കെ. അപ്പോ നമ്മുടെ ആംസ് അതേപോലെ തന്നെ ലെഗ്സ് ഒക്കെ കിക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചവിട്ടി നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് ഈ കുട്ടി അനങ്ങുന്നുണ്ട് ചവിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും. സം ബേബീസ് സക്ക് ദെയർ തംസ്. ചില കുട്ടികള് നമ്മളെന്താ പറയാ, നമ്മുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ സക്ക് ചെയ്തോണ്ടിരിക്കും. നമ്മുടെ കൈ വിരല് വായലിട്ടുകൊണ്ട് തന്നെ ഇരിക്കും. സം യാൻ ആൻഡ് സ്ട്രെച്ചിങ് ഔട്ട്. ചിലവർ എക്സസൈസ് ഒക്കെ ചെയ്യും, ചവിട്ടും കുത്തൊക്കെ ആയിരിക്കും. ഓക്കെ. അമ്മയുടെ വയറ്റിലായിരിക്കുന്നത് തന്നെ. ഓക്കെ. ഇതാണ് പീരീഡ് ഓഫ് ഫിറ്റസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ദ ബേബി അറ്റ് ബർത്ത്. ബർത്ത് ആണ് പറയുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ സാധാരണയായിട്ട് 7 pounds ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ 3 kgs ആണ്. ശരിക്കും കുട്ടി ജനിച്ച ഉടനെ കരയണം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ലങ്സ് ഫങ്ഷൻ ചെയ്യാനായിട്ട്. ഇത്രയും നാള് അവൻ അമ്മയുടെ വയറ്റിലാണ്, അവന് വേണ്ട ഓക്സിജൻ, ന്യൂട്രീഷൻസ് ഒക്കെ പ്ലാസ്റ്റിന്റെ വഴിയാണ് കിട്ടുന്നത്. അപ്പോ കുട്ടി പുറത്തേക്ക് വന്ന് അവന്റെ ലങ്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് കരഞ്ഞാലാണ് ഇത്രയും ഓക്സിജൻ അവന് ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കുട്ടി കരഞ്ഞോ എന്നാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. The normal weight of the child is about 7 pounds or 3 kg. The first cry after the birth helps the lungs to the child to begin function. നമ്മുടെ ലങ്സ് ഫങ്ഷൻ ചെയ്യാനായിട്ട് ആദ്യ കരച്ചിൽ തന്നെ ലങ്സ് ഫങ്ഷൻ ചെയ്തു തുടങ്ങും. The newborn child try to adjust with the environment. നമുക്ക് ആ കുട്ടി എന്താ പറയാ, ഡെലിവറി കഴിഞ്ഞ അന്ന് എല്ലാ അമ്മമാർക്കും അറിയാം ഭയങ്കര കരച്ചിലായിരിക്കും കുട്ടികള്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും നാളെ സുഖമായിട്ട് അമ്മയുടെ വയറ്റിൽ സുഖമായിട്ട് കിടക്കായിരുന്നു. അവന് വേണ്ട കറക്റ്റ് ടെമ്പറേച്ചർ, അതേപോലെ അവന് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ പുതിയൊരു എൻവയോൺമെന്റിലേക്ക് വന്നിരിക്കുക. അപ്പൊ അവന് ഇതായിട്ട് അഡ്ജസ്റ്റ് ആവണ്ടേ. ആ ടൈമാണ് കുട്ടി അഡ്ജസ്റ്റ് ആവാൻ എടുക്കുന്നത്. അവൻ അറിഞ്ഞുള്ള അവൻ ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ ആയിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് കുട്ടികൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് കരയുന്നത്. The child's sudden walking, irregular respiration, ceasing, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചുമയ്ക്കുന്നു, അതേപോലെ ഇറഗുലർ ബ്രീത്ത് കൂടുതലായിട്ട് എടുക്കുന്ന പോലെ നമുക്ക് തോന്നും, തുമ്മും. അത് ആ സമയത്തുള്ളതാണ്. കുട്ടികളൊക്കെ ചോദിക്കരുത് ഡോക്ടേഴ്സിന്റെ അടുത്ത് എന്തുകൊണ്ട് കുട്ടി തുമ്മിന്നുണ്ടോ. അവൻ നമ്മളുടെ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ആക്ട് ആവണ്ടേ. ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈമാണത്. Symptoms of instability in initial period
after the birth shows it reaction while it attempt to adjust the new environment. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതിന്റെ റിയാക്ഷൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ, സീസ് ചെയ്യാം, പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ചോക്കിങ്, അതേപോലെ നമ്മൾ തുമ്മുന്നത്, എല്ലാം എന്താണ്, ചുമയ്ക്കുന്നതൊക്കെ എന്താണ്, കുട്ടി നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആകാനായിട്ട് എടുക്കുന്ന അറ്റംപ്റ്റുകളുടെ റിയാക്ഷൻ ആണ്. അപ്പൊ ഒരു കുട്ടി ഭൂമിയിലേക്ക് വന്നു. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യാം. ലൈഫ് മുതൽ തുടങ്ങാം. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസെപ്ഷൻ, ആ ഒരു ടൈം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാദറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്പേം സെല്ലും മദറിന്റെ ഭാഗത്തു നിന്നുള്ള എഗ്ഗും കൂടി ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൈഗോട്ട് ഫോം ആകുന്നത്. സൈഗോട്ടില് അയ്യോ ഞാൻ ജീനിന്റെ കാണിച്ചു തന്നില്ല അല്ലെ, DNA ഇമേജസ് കാണിച്ചു തന്നില്ല. ഞാൻ പറഞ്ഞേ നാരോ ലൈക്ക് തിന്നി ആയിട്ടുള്ളതാണ്. ഇതാണ് ആ DNA എന്ന് പറയുന്നത്. ജീൻ, ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ജീനൊക്കെ ഉള്ളത്. DNA കണ്ടോ? ഇത് ഭയങ്കരമായിട്ട് തിന്നി ആയിട്ടുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഒരു ത്രെഡ് ലൈക്ക് നൂല് പോലത്തെയാണ്. ഇതിപ്പോ ഇമേജ് ആയിട്ട് അവര് സൂം ചെയ്തെടുത്ത് കാണിച്ചിരിക്കുന്നുള്ളൂ കേട്ടോ. ഇതിലാണ് നമ്മളുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോ സൈഗോട്ടിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഫാദറിന്റെ ഭാഗത്ത് 23, മദറിന്റെ ഭാഗത്ത് 23 എന്ത് ചെയ്യുന്നത്, ഡൊണേറ്റ് ചെയ്യുന്നത്. അതിൽ ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന് നമ്മൾ ജീൻ എന്നാ പറയുന്നത്. DNA എന്ന് പറയും. ത്രെഡ് ലൈക്ക് ബോഡീസ് ആണ്. ഈ ജീനിലാണ് നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉള്ളത്. എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പൊ XY ക്രോമസോം ആണ് ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നോക്കിയിട്ടാണ്? അച്ഛൻ്റെ നിന്നാണോ അമ്മയുടെ നിന്നാണോ കോൺട്രിബ്യൂഷൻ? നമ്മൾ കുട്ടിയുടെ സെക്സിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദറിന്റെ ക്രോമസോംസ് ആണോ മദറിന്റെ ക്രോമസോംസ് ആണോ നോക്കുന്നത്? ഫാദറിന്റെ. ക്ലാരിറ്റിയിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മള് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. ഓക്കെ, പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു സെക്കൻഡ് വീക്ക് ആണ് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. നമ്മള് ഓവറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എഗ് 24 മണിക്കൂർ ഫെലോപ്പിയൻ ട്യൂബിൽ വെയിറ്റ് ചെയ്യും. 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒരു സ്പേം ആയിട്ട് ഫെർട്ടിലൈസ് ആവും. നമ്മൾ കണ്ടു ഇമേജസിൽ അല്ലെങ്കിൽ വീഡിയോയില് ഒറ്റ സ്പേമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫെർട്ടിലൈസ് ആകുന്നുള്ളൂ. തൗസൻഡ്സ് ഓഫ് സ്പേംസ് ഉണ്ട്. പക്ഷെ അതിൽ ഒരു സ്പേമ ആയിട്ട് മാത്രമേ എഗ് എന്ത് ചെയ്യുള്ളൂ, ഫെർട്ടിലൈസ് ആകുള്ളൂ. അപ്പോൾ അങ്ങനെ ഫെർട്ടിലൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. വെരി ഫാസ്റ്റ് ഡിവൈഡ് മെനി സെൽസ്. ദെൻ അത് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് മൂവ് ചെയ്യുകയും യൂട്രസിന്റെ ലൈനിങ്ങിൽ പോയി അറ്റാച്ച് ചെയ്യുകയും ആ സമയത്ത് അതിന് നമ്മൾ ഇംപ്ലാന്റേഷൻ പറയും. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്, പ്ലാസന്റയും ഫോം ചെയ്യുന്നുണ്ട്. പ്ലാസന്റയിൽ നിന്നാണ് കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷ്യൻസും അതേപോലെ തന്നെ ഓക്സിജനും എല്ലാം കിട്ടുന്നത്. ദെൻ സെക്കൻഡ് വീക്ക് കഴിഞ്ഞ്, സെക്കൻഡ് വീക്ക് ടു 8 വീക്ക് എന്ന് പറയുന്ന പീരീഡിനെയാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് എംബ്രിയോയില് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ആ പീരീഡിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഗന്റെ പേരാണ് ഹാർട്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പീരീഡ് ഓഫ് ഫിറ്റസ് എന്ന് വെച്ചാൽ ഒരു 5th month ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഹാർട്ട് ബീറ്റ് ഹിയർ ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, ടച്ച് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും, കിക്ക് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും, അനക്കം നമുക്ക് അറിയാനായിട്ട്. ഓക്കെ, പിന്നെ എല്ലാ ഓർഗൻസും ബിഗർ ആയിട്ട് സ്ട്രോങ്ങർ ആയിട്ട് മാറും. ഓക്കെ, ഇത് ബേബി അറ്റ് ബർത്ത് ആണ്. ഒരു 9 മാസം, നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 9 മാസവും 9 ദിവസവും
ഇത് കഴിയുമ്പോൾ കുട്ടി ജനിക്കുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 kgs വേണം നോർമൽ വെയിറ്റ്. ഫസ്റ്റ് കുട്ടി ജനിച്ച ഉടനെ കരഞ്ഞോ എന്നാ ചോദിക്കുക. ആ കരച്ചിലാണ് കുട്ടിയുടെ ലങ്സ് ഫങ്ഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ ആ സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്യും. കരച്ചിലുണ്ടാവും, ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ തുമ്മും, ചിലപ്പോ റെഗുലർ ആയിട്ട് റെസ്പിറേറ്റ് ചെയ്യും. ഇതെല്ലാം അവന്റെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അറ്റംപ്റ്റുകളുടെ റിയാക്ഷൻ ആണ്. പെട്ടെന്ന് അവൻ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ എങ്ങനെയുണ്ട്, മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കാം. നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരില്ല? ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. താങ്ക് യു മിസ്.